കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സിത്താരയുടെ ഫോണിലേക്ക് വിളിക്കുന്ന ഗാഥേനെയാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് സിത്താര ചോദിക്കണേ, മോളെ നീയോ? അല്ല, അവിടെ നാഗത്തറയിലെ പൂജയൊന്നും തുടങ്ങിയില്ലേ? പൂജയൊക്കെ ഇപ്പോൾ തുടങ്ങും, പക്ഷേ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? മമ്മിയല്ലേ പറഞ്ഞത് നാഗത്തറയിലെ പൂജ ചെയ്യാനായിട്ട് കൃഷ്ണയെ കാല് പിടിച്ചാണെങ്കിലും ഇവിടെ എത്തിക്കണമെന്ന്. അവളിതാ ആരും പറയാതെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത്? കൃഷ്ണ അവിടെ കളരിക്കലെത്തിയെന്നോ? അതെ മമ്മി, അവൾ കളരിക്കലെത്തി. ഡ്രസ്സ് ചെയ്ത് റെഡിയായി ഞാൻ പൂജക്ക് പോകാൻ വേണ്ടി വന്നു നോക്കിയപ്പോൾ കാണുന്നത് ഇവിടെയുള്ള എല്ലാവരും കൂടി അവൾ ആനയിച്ചുകൊണ്ട് നാഗത്തറയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് തടയാൻ വേണ്ടി ചെന്ന് എന്നെയുണ്ടല്ലോ അവളുടെ ഒരു കൂട്ടുകാരി, ഒരു മൂളിക്കുട്ടി എന്ന് പറയുന്ന അവൾ തടഞ്ഞു നിർത്തി. മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. കൃഷ്ണ എങ്ങനെ അവിടെ എത്തുന്നത്? അവളെന്താണെങ്കിലും നിനക്ക് ദ്രോഹം ഉണ്ടാകണമെന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാം. പിന്നെന്താ മമ്മി ഇവിടെ നടക്കുന്നത്? ഇവിടെ വന്നതിൻ്റെ പിന്നിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെ കള്ളക്കഥ അവൾ പറയുന്നുണ്ട്. രജിസ്ട്രേഷനോ? ആ അതെ, അനിയൻ സാറെന്ന് പറഞ്ഞ ഒരാളും കൂടി അവളുടെ കൂടെ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അവളുടനെ പോകും എന്നൊക്കെ അവളുടെ കൂട്ടുകാരി എന്ന് പറയുന്നുള്ളവരെന്ന് പറയുന്നത്. ഈ സമയം ഇത് കേൾക്കുന്നതും സിത്താര ഒന്ന് ഞെട്ടുവാണ്. അന്നേരം സിത്താര പറയണേ, മോളെ നീ എന്താണെങ്കിലും അവരുടെ മുമ്പിൽ ചെന്ന് പെടാൻ നിൽക്കേണ്ട, തൽക്കാലം അവളെ പൂജ ചെയ്യട്ടെ. എന്നിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും അവരവരുടെ ഒപ്പം പോകുമല്ലോ. അതോടെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. മമ്മി എന്തൊക്കെയാണ് പറയുന്നത്? അതുവരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനോ? മോളെ നീ ഒച്ച വെച്ചതുകൊണ്ടോ ബഹളം ഉണ്ടാക്കിയതുകൊണ്ടോ ഒരു കാര്യമില്ല. തകരാൻ പോകുന്നത് നിൻ്റെ ജീവിതം തന്നെയായിരിക്കും. ആ ഒരു ഓർമ്മ നിനക്കുണ്ടാവണം. നഷ്ടപ്പെടാൻ പോകുന്നത് നിനക്ക് നിൻ്റെ നവീനായിരിക്കും. അത് വേണോ? അതാ ഞാൻ പറഞ്ഞത്, നീ ഒന്ന് സമാധാനപ്പെടാൻ. തൽക്കാലം ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കൃഷ്ണ പോകുന്നത് വരെ നീ അധികം പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് സിത്താര ഫോൺ കട്ട് ചെയ്യുവാണ്ട്. ഈ സമയം ഗാഥയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. അന്നേരം സിത്താരയാണെങ്കിൽ ടെൻഷനോട് കൂടി സിനിയോട് പറയണേ, സിനി ആകെ കുഴപ്പമായി, പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണ കളരിക്കിലെത്തിയിട്ടുണ്ടെന്ന്. നവീൻ്റെ കുടുംബക്കാരുടെ ഒപ്പം നാഗത്തറയിലേക്ക് പൂജ ചെയ്യാൻ കൃഷ്ണയെ പോയതെന്ന്. മാത്രമല്ല കൃഷ്ണക്കൊപ്പം അനിയൻ സാർ എന്ന് പറഞ്ഞ ഒരാളും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടെന്ന്. അനിയൻ സാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നാട്ടുകാർ വിളിക്കുന്ന ശ്രീനിവാസ് ഗാഥമോളോട് വെച്ച് കണ്ട പ്രശ്നമാണ്. അതുപോലെ ഗാഥമോള് ശ്രീനിവാസ് തൻ്റെ അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞാലും അതും പ്രശ്നമാണ്. ഒരു വിധത്തിലും ഓരോ കാര്യങ്ങൾ ഒതുക്കി വരുമ്പോൾ വീണ്ടും ഓരോ പ്രശ്നങ്ങൾ മുളപൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. എന്താ ചെയ്യുക? ഞാനെന്താണെങ്കിലും കളരിക്കലേക്ക് ഒന്ന് പോകുക. അതേ ദിവസം പറയണേ, മാഡം തൽക്കാലം മാഡം ഇപ്പം അങ്ങോട്ട് പോകാത്തതല്ലേ നല്ലത്. മാഡം കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആകത്തല്ലേ ഉള്ളൂ. തൽക്കാലം നമുക്കിവിടെ തന്നെ ഇരിക്കാം. അപ്പോൾ അവരാണെങ്കിൽ ആ പരസ്പരം തിരിച്ചറിയാതെ അങ്ങ് പോകുവാണെങ്കിൽ പൊക്കോട്ടെ, അതല്ലേ നമുക്ക് നല്ലത്. ഈ സമയം സിത്താര പറയണേ, ഞാൻ എങ്ങനെ എന്ത് വിശ്വസിച്ച് മനസ്സമാധാനത്തോടുകൂടി ഇരിക്കും? എനിക്കാണെങ്കിൽ ആലോചിച്ചോട്ട് എത്തും പിടിയും കിട്ടുന്നില്ല, ഇരുന്നിട്ട് ഇരിപ്പുറക്കൊന്നുമില്ല. എന്തൊരു പരീക്ഷണമാണ് ദൈവമേ എന്നും പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുവാണ്ടോ സിത്താര. പിന്നീട് കാണിക്കുന്നത് നാഗത്തറയിലെ പൂജയൊക്കെ നടക്കുന്നതാണ്. ഈ സമയം തിരുമേനി പറയണേ, നമ്മുടെ പൂജാകർമ്മങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി. ഇനി ഭർത്താക്കന്മാർ സിന്ദൂരെടുത്ത് ഭാര്യമാരുടെ തലയിൽ ചാർത്തി കൊടുക്കുന്ന ചടങ്ങാണ്. അങ്ങനെ ആദ്യം തന്നെ തിരുമേനി സിന്ദൂരമായിട്ട് നന്ദനരികിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ നന്ദൻ സിന്ദൂരം എടുത്ത് സുഭദ്രയുടെ താലി ചേർത്തുന്നുണ്ട്. പിന്നീട് ഉദയൻ്റെ അരികിൽ ചെല്ലുക. അന്നേരം ഉദയനും നിർമ്മലയുടെ താലിയിൽ സിന്ദൂരം ചേർത്തുവാണ്. പിന്നീട് കൃഷ്ണയുടെ നവീൻ്റെ അരികിലേക്ക് പോകുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി ടെൻഷനോട് കൂടി നന്ദനോട് ചോദിക്കണേ, ഈശ്വര കൃഷ്ണമ്മയുടെ കഴുത്തിൽ താലി ഉണ്ടാകുമോ? എന്ത് ചെയ്യുന്നതാ നമ്മൾ എന്ന് പറഞ്ഞ് അവർ ഭയന്ന് നിൽക്കുക. ഈ സമയം കൃഷ്ണയോടും താലി എടുത്ത് കാണിക്കാൻ പറയുവാണ്. എന്നിട്ടും കൃഷ്ണയും തൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന താലിയുണ്ടല്ലോ അത് പുറത്തെടുത്ത് കാണിക്കുവാണ്. അങ്ങനെ നവീൻ അതിൽ സിന്ദൂരമൊക്കെ ചേർത്തുക. അത് കാണുമ്പോഴായിരിക്കും കേട്ടോ മുത്തശ്ശിക്ക് നന്ദന് ആശ്വാസമാവുന്നത്. നന്ദ ദേ നോക്കിക്ക്, കൃഷ്ണമോൾ ഇപ്പോഴും ആ താലി സൂക്ഷിച്ചിട്ടുണ്ട്. അന്നേരം നന്ദൻ പറയണേ, അതെങ്ങനെ കൃഷ്ണമോൾക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? സർപ്പദൈവങ്ങൾ അവളുടെ കഴുത്തിൽ ചേർത്ത താലിയല്ലേ അത്. നീ പറഞ്ഞത് നേരാണ്. ഈ സമയം തിരുമേനി പറയുക, അങ്ങനെ നമ്മുടെ പൂജകളെല്ലാം പൂർത്തിയായിരിക്കുക. ഇനി എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നിന്നോളൂ. ദിവ്യനാഗം എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. നാഗത്തിൻ്റെ വരവിനായിട്ട് എല്ലാവരും കാത്തുനിന്ന് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയം നാഗം അവരുടെ മുമ്പിലേക്ക് വരുവാണ്. എന്നിട്ട് അവിടെ നിന്നും എഴഞ്ഞങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാഗത്തെ കാണുന്നതും പൂജ ഫലപ്രാപ്തിയിലെത്തിയെന്ന് തിരുമേനി പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാകുവാണ്. എന്നിട്ട് പൂജാരി പറയണേ, ഇനി വിഷുക്കണി ഒരിക്കലും കണി കാണലും കൈനീട്ടം കൊടുക്കലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ വിഷുച്ചടങ്ങൾ പൂർത്തിയാകും. ഈ സമയം കീർത്തിയാണെങ്കിൽ നിർമ്മലനെ മാറി നിർത്തി സംസാരിക്കുവാണ്. പിന്നാലെ ഉദയനും ചെല്ലുന്നുണ്ട്. അമ്മേ എന്തൊക്കെയാ പൂജയെല്ലാം ഭംഗിയായി പൂർത്തിയെന്നല്ലേ ആ തിരുമേനി പറഞ്ഞത്? എന്തൊക്കെയാ അമ്മ എന്നോട് പറഞ്ഞത്? ഈ വിഷു അവർ സ്വസ്ഥമായിട്ട് ആഘോഷിക്കില്ലെന്നല്ലേ? എന്നിട്ടിപ്പോൾ അതെ ദിവ്യനാഗം വന്ന് അനുഗ്രഹവും ചൊരിഞ്ഞിട്ട് പോയിരിക്കുവാണ്. അമ്മയെ കൊണ്ട് ഇത് തടയാനൊന്നും പറ്റിയില്ലേ? അന്നേരം നിർമ്മല ചോദിക്കണേ, അത് കൊള്ളാം, നാഗം വന്ന് അനുഗ്രഹിക്കുന്നതിനൊക്കെ ഞാൻ എങ്ങനെ തടയാനാ?
എടി പൂജയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി വിഷുക്കണി ഒരിക്കലും കൈനീട്ടം കൊടുക്കലും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞ വാക്കെന്താണെങ്കിലും പാലിച്ചിരിക്കും. അവർ ഈ വിഷു സ്വസ്ഥയോടെ ആഘോഷിക്കാൻ പോകുന്നില്ല. നീ നോക്കിക്കോ, എല്ലാവർക്കും മുമ്പിൽ നവീന് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് ഗാഥ ഈ വീടിൻ്റെ പടി ഇറങ്ങാൻ പോകുവാണ്. നീ ആ കാഴ്ച കാണാൻ തയ്യാറായി നിന്നോ എന്നൊക്കെ പറഞ്ഞ് കീർത്തിനെ ആശ്വസിപ്പിക്കുവാണ് കേട്ടോ നിർമ്മല. പിന്നീട് കാണിക്കുന്നത് രജിസ്ട്രാർ പറയുന്ന ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ വായിച്ചു നോക്കുന്ന ശ്രീനിവാസനെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം വായിച്ചു നോക്കി അതിലെല്ലാം സൈൻ ചെയ്ത് കൊടുക്കുവാണ് ശ്രീനിവാസ്. ഈ സമയം രജിസ്ട്രാർ പറയണേ, ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീഡിങ്സ് നവീനും കൂടി വന്നാലേ ചെയ്യാൻ പറ്റൂ. ഇനി നവീന് സൈൻ ചെയ്യാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, പിന്നെ അതിനുശേഷം ചെക്ക് കൈമാറലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ നവീൻ സാറിൻ്റെ അടുത്ത് നിന്ന് പൂജ കഴിഞ്ഞൊന്ന് ചോദിച്ചിട്ട് വന്നാലോ? വേണ്ട വേണ്ട, അവരുടെ കുടുംബത്തിലെ വിശേഷപ്പെട്ടൊരു പൂജയല്ലേ. നാഗപൂജ എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്കും നല്ലപോലെ അറിയാം. ഞങ്ങളുടെ കുടുംബവും നാഗദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. അതുകൊണ്ട് പൂജയിലിടയിൽ നവീനെ വിളിക്കണ്ട, അത് ശരിയായ ഒരു കാര്യമല്ല. അവരെത്ര സമയമാണെന്ന് വെച്ചാൽ പൂജയ്ക്ക് വേണ്ടി എടുത്തോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം, എനിക്കൊരു കുഴപ്പമില്ല. എന്താണെങ്കിലും സമയമുണ്ടല്ലോ, നമുക്ക് വന്ന് അവിടെ വരെ പോയിട്ട് പൂജയിലൊന്ന് കുറച്ചു നേരം പങ്കെടുത്താലോ? അതിനെന്താ സാറേ? അന്നേരം അവിടുത്തെ രജിസ്ട്രാർ പറയണേ, അയ്യോ മാണിക്കുഞ്ഞെ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല, മാണിക്കുഞ്ഞ് ഇവിടെ നിൽക്കണം. ആണോ? എന്നാൽ സാർ അങ്ങോട്ടേക്ക് ചെല്ലി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാം. അങ്ങനെ ശ്രീനിവാസ് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്ടോ. ഈ സമയം ഗാഥയാണെങ്കിൽ റൂമിലിടുന്ന ശ്വാസം മുട്ടുവാണ്. അന്നേരം ഗാഥ പറയണേ, കുറേ നേരം ഒരു പൂജ ചെയ്യാൻ പോയിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ? നീലേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അവൾ പോകുമെന്ന്. എന്നിട്ട് എവിടെ? അന്നേരം മോൾക്കിട്ട് പറയുന്നുണ്ട്, അത് കൊള്ളാം, ഇവിടുത്തെ പൂജ എത്ര നേരമുണ്ട്, അതൊക്കെ എപ്പോൾ കഴിയും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നിശ്ചയമുണ്ടോ? കഴിയുമ്പോൾ അവൾ വരും, അപ്പം ഞങ്ങൾ പൊക്കോളാം. നീയൊക്കെ പറയുന്നത് കേട്ട് നിൽക്കാനല്ല ഈ ഗാഥ ശ്രീനിവാസ്. ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് ചെല്ലാൻ പോകുവാണ്, മാറി നിൽക്കങ്ങോട്ട്. ദേ, നീ ഇവിടെ നനങ്ങി പോകരുത്. ഇത് കണ്ടല്ലോ, ഓട്ടോ ഓടിച്ച് തഴമ്പിച്ച കൈയാണ്. ഇതുകൊണ്ട് നിൻ്റെ മുഖത്തിട്ട് ഒരെണ്ണം തരാനേ എനിക്കൊരു മടിയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്ക്, മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഗാഥയാണെങ്കിൽ മോൾക്കുട്ടിനെയും തള്ളി മാറ്റി വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം മോൾക്കുട്ടി പിന്നാലെ ചെന്ന് ഗാഥയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ടും പോകുന്നില്ല. അതൊക്കെ പറയും, നീ ആരടി? നിനക്ക് എന്ത് ധൈര്യമുണ്ട് എന്നെ തടഞ്ഞു നിർത്താൻ? മറ്റൊക്കെ കൈവിട്, എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം എന്നും പറഞ്ഞ് അവർ തമ്മിൽ വഴക്കിടുവാണ്ടോ. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന ശ്രീനിവാസൻ ഈ കാഴ്ചയായിരിക്കും കാണുന്നത്. എന്താ ഇത്, നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് ഇങ്ങനെ വഴക്കിടാൻ തുടങ്ങിയത്? അത് പിന്നെ സാറേ, ഞങ്ങളിങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞ് കളിക്കുമായിരുന്നു അല്ലേ? മോളെ, നമുക്കെന്നാണെങ്കിലേ നാഗപൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം, കുറച്ചു നേരം പൂജയിൽ പങ്കെടുക്കാം, വാ മോളെ എന്നും പറഞ്ഞ് ഗാഥയുടെ കൈ കയറി പിടിക്കുവാണ്. ഈ സമയം ശ്രീനിവാസ് ഗാഥയുടെ കൈ പിടിക്കുന്നതും ഗാഥയ്ക്ക് എന്തോ ഒരു പ്രത്യേകതരം ഫീൽ തോന്നുവാണ്. അങ്ങനെ ശ്രീനിവാസിനെ തന്നെ നോക്കി നിൽക്കുവാൻ കേട്ടോ ഗാഥ. അത് കാണുന്ന ശ്രീനിവാസ് ചോദിക്കണേ, എന്തു പറ്റും മോളെ? മോളെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താ മോളിക്കുട്ടി എൻ്റെ മോൾക്ക് പറ്റിയത്? അത് പിന്നെ സാറേ, നാഗപൂജ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഭ്രാന്താണെന്നറിയാമല്ലോ, അതിൻ്റെ ഒരു ടെൻഷനും വെപ്രാളമൊക്കെ ഉണ്ട്. അതാണ് ഇവളുടെ മുഖം ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ പിന്നെ മോള് വാ, നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് നാഗപ്പകന് മുമ്പിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞ് ഗാഥയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ നാഗത്തറയിലേക്ക് പോകുവാണ്. അങ്ങനെ ശ്രീനിവാസ് അവിടെ വന്ന് കണ്ണടിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുവാണ്. അന്നേരം മോളിക്കുട്ടി ഗാഥയോട് പറയണേ, അതെ ഗാഥേ, എത്രയും വേഗം ഇവിടുന്ന് പോ, കൃഷ്ണ ഇപ്പോൾ തിരിച്ചു വരും. അപ്പോൾ സാറ് നിങ്ങൾ രണ്ടുപേരെയും കണ്ട പ്രശ്നമാകും, വേഗം പൊക്കും. അങ്ങനെ ഗാഥ അവിടെ നിന്ന് മാറി ഒരു മരത്തിൻ്റെ ഇടയിൽ പോയി മറിഞ്ഞു നിൽക്കുവാണ്. ഇതേസമയം കൃഷ്ണയാണെങ്കിൽ നാഗഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഭഗവാനെ, ഒരിക്കലും ഗാഥയുടെ ജീവിതം തകർക്കണമെന്നോ അവളുടെ ജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകണമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗാഥയുടെ ജീവിതത്തിന് ഒരു കുഴപ്പമുണ്ടായത്. പിന്നെ നവീൻ്റെ കാര്യം, നവീന് ഈ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നവീൻ ആയുസ്സും ആരോഗ്യം ഒക്കെ നൽകണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൃഷ്ണ അവിടെ നിന്നും പോകാൻ നിൽക്കുമായിരിക്കും. ഈ സമയം മുത്തശ്ശി പറയണേ, മോളെ സത്യം പറയാലോ, തിരുമേനി വിഷുവിൽ നടത്തുന്ന പ്രത്യേക നാഗപൂജനെക്കുറിച്ച് മറ്റും പറഞ്ഞപ്പോൾ എങ്ങനെ മോളിവിടെ എത്തിക്കും എന്നുള്ള ആലോചനയിലായിരുന്നു ഞങ്ങൾ. അതിനുള്ള ഒരു വഴിയും തെളിയാതിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാതെ ധർമ്മസങ്കടത്തിൽ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് മോൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അന്നേരം കൃഷ്ണ പറയണേ, ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചില്ല. അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ഞാൻ എൻ്റെ മനസ്സോടെ വന്നതല്ല. അന്നേരം മുത്തശ്ശി പറയണേ, അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ദൈവം എന്താണോ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെയല്ലേ നടക്കൂ. ദൈവത്തിൻ്റെ നിയോഗം ഇതായിരുന്നു, മോളിവിടെ വരണമെന്നും നാഗപൂജയിൽ പങ്കെടുക്കണമെന്നായിരുന്നു. അത് നടന്നില്ലേ? എന്താണെങ്കിലും മുത്തശ്ശിക്ക് സന്തോഷമായി മോളെ. ഇത് കഴിഞ്ഞുള്ള വിഷുക്കണി ഒരിക്കലിനും കൈനീട്ടത്തിലും ഒക്കെ മോള് പങ്കെടുക്കണം, അത് തന്നെയാണ് വേണ്ടത്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അയ്യോ ഇല്ല മുത്തശ്ശി, ഞാനിപ്പോൾ തന്നെ പോകുവാണ്, അച്ഛൻ്റെ കൂടെ ഞാനിപ്പോൾ തന്നെ തിരിച്ചു പോകും. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് പോകുവാണ്. പോകാൻ നേരം അവിടെ നാഗത്തറയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നവീനെ കാണുവാണ്ടോ. ഈ സമയം തിരിയുന്ന നവീൻ കൃഷ്ണനെയും കാണുന്നുണ്ട്. അങ്ങനെ അവർ ഒരു നിമിഷം പരസ്പരം നോക്കി ഇങ്ങനെ നിൽക്കുവാണ്ടോ.
ഈ സമയം മരത്തിൻ്റെ അവിടെ മടങ്ങി നിന്ന ഗാഥ ഇത് കാണുന്നുണ്ട്. ഗാഥയാണെങ്കിൽ ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുവാണ്. പിന്നീട് കൃഷ്ണ വേഗം തന്നെ അവിടെ നിന്ന് ശ്രീനിവാസൻ്റെ അരികിലേക്ക് നടക്കുവാണ്. അന്നേരം കണ്ണു തുറക്കുന്ന ശ്രീനിവാസൻ കൃഷ്ണയെ അന്വേഷിക്കണേ. അല്ല മോളിക്കുട്ടി, കൃഷ്ണമോൾ ഇവിടെ? ദേ കൃഷ്ണയല്ലേ വരുന്നത്. അങ്ങനെ ശ്രീനിവാസ് തിരിച്ച് വീട്ടിനകത്തേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയം നവീനാണെങ്കിൽ നാഗത് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് നിൽക്കണേ. ഭഗവാനെ, ഇപ്പം എൻ്റെ മുമ്പിൽ നിന്നത് എൻ്റെ പഴയ ഗാഥയാണ്. ഞാൻ സ്നേഹിച്ച, എൻ്റെ മനസ്സ് തുറന്ന് സ്നേഹിച്ച എൻ്റെ ഗാഥ. എപ്പോഴും ഗാഥ ഇതേപോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടെയും എൻ്റെ ഒപ്പം നിൽക്കണം. അതിന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെൻ്റെ കൂടെ ഉണ്ടാവണം എന്നും പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ്. പിന്നീട് സിറ്റ് ഔട്ടിൽ വെച്ച് കൃഷ്ണ ശ്രീനിവാസനോട് പറയണേ, അച്ഛാ നമുക്ക് ഉടനെ തന്നെ പോകാം. അവരിനി വിഷാഘോഷിക്കാനൊക്കെ തുടങ്ങുമല്ലേ. അതൊക്കെ അവരുടെ കുടുംബത്തിൻ്റെ സ്വകാര്യതയല്ലേ. അതിൽ നമ്മൾ കയറി നിൽക്കുന്നത് ശരിയായ കാര്യമല്ലല്ലോ. അന്നേരം ശ്രീനിവാസ് പറയണേ, അതിന് നമ്മളായിട്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതല്ലോ. നവീൻ തന്നെ രജിസ്ട്രേഷന് വേണ്ടി നമ്മളെ വിളിച്ചു വരുത്തിയതല്ലേ. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നവീൻ വന്നു കഴിയുമ്പോൾ നവീൻ ഒപ്പിടാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിനുശേഷം ചെക്ക് കൈമാറി കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിയും. നമുക്കപ്പം തന്നെ പോകാം. ഇനി ആരുടെയും സ്വകാര്യതയിൽ ഇടിച്ചു കയറി എന്നുള്ള വിഷമം മോൾക്ക് വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുവാണ്. ഇതേസമയം അവർ നിൽക്കുന്നതിൻ്റെ കുറച്ചങ്ങോട്ട് നീങ്ങി വീടിൻ്റെ സൈഡിലുള്ള ആ ഒരു വശത്തുണ്ടല്ലോ മോളിക്കുട്ടിയും ഗാഥയും കൂടി നിൽക്കുന്നുണ്ടാവും. അന്നേരം മോളിക്കുട്ടിയുടെ വഴക്കിടുവാണ് ഗാഥ. കുറേ നേരമല്ലോ നീ നിഷ്കളങ്ക എന്ന് പറഞ്ഞ് നടക്കുന്ന ആ കൃഷ്ണയുണ്ടല്ലോ, അവളും നവീനും കൂടി പരസ്പരം കണ്ണി നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ടു. അതാണോ ഇങ്ങനെ കൂട്ടുകാരുടെ നിഷ്കളങ്കത്വം? അന്നേരം മോളിക്കുട്ടി പറയണേ, അവർ ഭാര്യയും ഭർത്താവുമല്ലേ, അപ്പോൾ പരസ്പരം നോക്കിയാലോ, പ്രണയത്തോടെ കൂടി നിന്നാലും എന്താ കുഴപ്പം? അന്നേരം അത് കേട്ടിട്ട് ഗാഥ ദേഷ്യപ്പെട്ട് മോളിക്കുട്ടിയുടെ വഴക്കിടുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ കീർത്തി പുറത്തേക്ക് വരുന്നത്. അന്നേരം കീർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ നിന്ന് ശ്രീനിവാസനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ്. അതുകൊണ്ട് കീർത്തി ആലോചിക്കണേ, അല്ല വീട്ടിലേക്ക് രജിസ്ട്രേഷൻ വന്ന ഇയാളായിട്ട് എന്തോ വലിയ ബന്ധമുള്ള പോലെയുള്ള ഇവളുടെ സംസാരം. ഇനി ഇതുകളുടെ പരിചയക്കാരനോ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ? എന്താണെങ്കിലും അമ്മയോടൊന്ന് പറഞ്ഞേക്കാം. ഇയാൾ ആരാണെന്നും എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് തിരികെ കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും സൈഡിൽ നിന്ന് സംസാരിക്കുന്ന ആ ഗാഥേനെയും മോളിക്കുട്ടീനെയും കാണുന്നത്. ആ ഒരു കാഴ്ച കണ്ട് കണ്ണും തള്ളി വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ്ടോ കീർത്തി. എന്നിട്ട് വീണ്ടും പിന്നീട് നിൽക്കുന്ന കൃഷ്ണേനെയും നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ട് കീഴ് പോയി നിൽക്കുന്ന കീർത്തിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് കീർത്തി നേരെ ഓടിച്ചെന്ന് ഈ വിവരം അമ്മേനെ അച്ഛനെ അറിയിക്കുവാണ് കേട്ടോ. അത് കേട്ടിട്ട് നിർമ്മലക്ക് ഉദയനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഉദയം പറയണേ, കണ്ടോ നിർമ്മലേ, ഇപ്പം എങ്ങനെയുണ്ട്? രണ്ടിനെയും കൂടി ഒരുമിച്ച് പിടികൂടാനുള്ള അവസരം വന്നിരിക്കുകയാണ്. ഇത് ഞാൻ പ്രാർത്ഥിച്ച് ഭഗവാനായിട്ട് കൊണ്ടുവന്ന അവസരമോ, ഇത് ഞാൻ പാഴാക്കില്ല. ഇന്ന് രണ്ടിനെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കൈയോട് പിടികൂടി നിർത്തും. ഇന്നത്തോടെ രണ്ടുപേരുടെ നാടകങ്ങൾ അവസാനിപ്പിക്കണം ഉദയേട്ടാ. ഇനി ഇതുപോലൊരു അവസരം നമുക്ക് കിട്ടില്ല. ഇന്നത്തോടെ തന്നെ നവീൻ അവളെ പിടിച്ച് അടിച്ചിറക്കി പുറത്താക്കണം. പിന്നെ ഒരിക്കലും ഗാഥയ്ക്ക് നവീൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഗാഥയും കൃഷ്ണയും ഒരുമിച്ച് പിടിക്കാനായിട്ട് ഉദയൻ തീരുമാനിക്കുവാണ്. ഈ സമയം പുറത്തു നിൽക്കുന്ന ഗാഥയെ കണ്ട് ഗാഥേൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് അവിടെ മതിലിനോട് മറഞ്ഞു നിൽക്കുവാണ്ടോ ഉദയൻ. ഈ സമയം കുറച്ചങ്ങോട്ടേക്ക് നീങ്ങി നിന്ന മോളിക്കുട്ടി ഗാഥേനെ ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് വന്ന ഉദയനെ കൈയോടെ പിടികൂടുവാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുവാണല്ലോ, എല്ലാ കള്ളക്കളയും ഇന്നത്തോട് തീരും എന്നും പറഞ്ഞ് ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന മോളിക്കുട്ടീനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്